ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗീതു ഗോവിന്ദൻ്റെ ആ ഒരു ഡിവോഴ്സ് പേപ്പറിലൊന്നും ഒപ്പിടാതെ അങ്ങനെ ഇരിക്കുക. എന്നിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുവാണ്. അപ്പോൾ അങ്ങനെ ഗോവിന്ദൻ ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഗീതു ഗോവിന്ദൻ്റെ കാല് പിടിച്ചപ്പോഴേക്കും, അതായത് അമ്മയോട് അന്ന് ഗീതുവിനെ കൊണ്ട് ഒപ്പിടിക്കുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ, ഗീതു കാല് തൂങ്ങിക്കിടക്കുക വിടാതിരിക്കാൻ. അപ്പം ഞാൻ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടാത്തടത്തോളം കാലം സാറിൻ്റെ ജീവിതം സേഫ് ആയിരിക്കും എന്നുള്ള കാര്യമാണ് ഗീതു ചിന്തിക്കുന്നത്. രാധികാമ്മ എന്നെ അതുവരെ ശത്രുവായിട്ട് കണ്ടോട്ടെ എന്നും ചിന്തിച്ചു. അതിനുവേണ്ടി പാവങ്ങളുടെ മുന്നിൽ അലിയുന്ന ഈ പാവത്തിൻ്റെ മുന്നിൽ ആദ്യത്തെയും അവസാനത്തെയും നാടകമായിട്ട് ഞാൻ ഇറക്കുകയാണിതെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ഗീതുവിനെ നമ്മുടെ ഗോവിന്ദൻ പതുക്കെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. നീ എന്തൊക്കെയായി കാണിക്കുന്നേ എന്നും ചോദിച്ചുകൊണ്ട്. ഇതെന്താ ഗീതു നിനക്ക് പറ്റിയെന്നും ചോദിച്ച്. അപ്പോൾ ഗീതു ഇങ്ങനെ അന്താളിച്ചിങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. മറ്റാരെ എനിക്കെതിരെ ശത്രുതയോടെ തിരിഞ്ഞാലും നീ എനിക്കെതിരെ ഒരിക്കലും പ്രവർത്തിക്കില്ലെന്ന് എനിക്കറിയാമെന്ന് ഗോവിന്ദൻ അന്നേരം പറഞ്ഞു. നിൻ്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ എന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ ഫയല് എന്തായാലും നിന്നെ ഏൽപ്പിക്കുകയാണ്, അത് നിന്നോടൊപ്പം തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു ഗോവിന്ദൻ ഗീതുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. ഇതെല്ലാം അകത്തിരുന്ന് കൂട്ടുകാരൻ കേൾക്കുമല്ലേ. എന്നിട്ട് ദൈവങ്ങൾക്ക് മുന്നിൽ നിന്ന് നമ്മുടെ കാര്യങ്ങളെല്ലാം സംസാരിച്ചു. അതിനുശേഷം നിൻ്റെ ചെലവിനും തുടർ പഠനത്തിനും ഒക്കെ ആയിട്ട് ആ ക്യാഷ് നിൻ്റെ അക്കൗണ്ടിലേക്ക് ഇടും, അതിൻ്റെ പലിശ കൊണ്ട് മാത്രം നിനക്ക് ജീവിക്കാമെന്നും ഗോവിന്ദൻ ഗീതുവിനോട് പറയാം. ഞാൻ അറിയാതെ ആ പണം അത് പിൻവലിക്കാനായിട്ട് കഴിയില്ലെന്നുള്ള കാര്യവും പറഞ്ഞു ഗോവിന്ദൻ ഗീതുവിനോട്. അത് കേട്ടപ്പോൾ അതൊക്കെ സാറിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോളാൻ അന്നേരം പറഞ്ഞു ഗീതു. എങ്കിൽ പിന്നെ ഞാൻ ഇപ്പം തന്നെ പുറപ്പെടുകയാണെന്ന് പറഞ്ഞു. സാറിന് ഞാൻ എല്ലാം പാക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞപ്പം കിഷോർ അവിടെ നിനക്ക് വേണ്ടി കാത്തു നിൽക്കുക എന്ന് പറഞ്ഞപ്പോൾ അല്പനേരം കൂടി കാത്തു നിന്നോട്ടെ എന്ന് ഗീതു അന്നേരം പറഞ്ഞു. അങ്ങനെ ഗീതു അവിടെ നിന്ന് പോകുന്നു, ഗോവിന്ദൻ്റെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെക്കാനായിട്ട്. അങ്ങനെ ഗീതു അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഗോവിന്ദൻ ഇങ്ങനെ എന്താ പറയുക, ആകെ തകർന്നിങ്ങനെ നിൽക്കുക കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിഷോർ ആരെയോ ഫോണിൽ വിളിച്ചിട്ട് പെട്ടെന്ന് തന്നെ കിഷോറിനും അതുപോലെ ഗീതുവിനും വേണ്ടി ഒരു ഗോവൻ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുവാണ്. അപ്പോൾ അതൊക്കെ റെഡിയാക്കാമെന്നും പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ ഹണിമൂൺ ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ട് 2-3 ദിവസമല്ലേ ആയുള്ളൂ എന്ന് ചോദിച്ചപ്പോൾ അവർണിക്കൊപ്പം പോയപ്പോൾ അതൊരു പകുതി ബിസിനസ് ട്രിപ്പായിരുന്നു. മീറ്റിങ്ങുകൾ, ഡിസ്കഷനുകൾ, അങ്ങനെ ആ ഒരു യാത്ര എനിക്കങ്ങ് ആസ്വദിക്കാൻ പറ്റിയില്ല. പക്ഷേ ഇത് ഒറിജിനൽ ഹണിമൂൺ ട്രിപ്പ് തന്നെയാണെന്ന് കിഷോർ പറയാം. അവർണിക്ക് പകരം മറ്റൊരാളാണെന്ന് മാത്രം. ഇത് കേട്ടപ്പം ഇടയ്ക്ക് പറയാറും വിളിക്കാറുള്ള നാട്ടിലെ സുന്ദരിയാണോ ഒപ്പം ഉള്ളതെന്ന് ചോദിച്ചപ്പം അതേടാ എന്നും പറഞ്ഞുകൊണ്ട് കിഷോർ ഇങ്ങനെ നിൽക്കുന്നേ. നിനക്ക് കാര്യങ്ങൾ പെട്ടെന്ന് പിടികിട്ടുന്നുണ്ടല്ലോ. ഞാൻ കല്യാണം കഴിക്കാനിരുന്ന പെണ്ണാ, പക്ഷേ നടന്നില്ലെന്ന് കരുതി എനിക്കെന്തായാലും അവൾ ഒഴിവാക്കി വിടാൻ പറ്റുമോ? അപ്പോൾ സാറ് ജീവിതം അങ്ങ് ആഘോഷിക്കാൻ പറഞ്ഞു കൂട്ടുകാരൻ. ആഘോഷിക്കണം, അതുതന്നെ തീരുമാനിച്ചിരിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഗോവയിൽ നിന്ന് തിരിച്ചു വരുമ്പോഴേക്കും ഗീതുവിന് താമസിക്കാൻ പറ്റിയൊരു ലേഡീസ് ഹോസ്റ്റൽ റെഡിയാക്കണം. സിറ്റിയിൽ നിന്ന് കുറച്ച് മാറിയായാലും മതി കേട്ടോ. പിന്നെ പെട്ടെന്ന് ആരുടെ ശ്രദ്ധ അങ്ങ് എത്തരുത്. അതൊക്കെ ഞാൻ റെഡിയാക്കിക്കോളാം, സാർ ഹാപ്പി ആയിട്ട് പോയിട്ട് വരാൻ പറഞ്ഞ് അയാളും ഈ കിഷോറിനോട് കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഈ കിഷോർ ഫോൺ എടുത്ത് അവർണികയെ വിളിക്കുക. ഇന്ന് തന്നെ ഗോവയ്ക്ക് പോകേണ്ടി വരുമെന്നും പറഞ്ഞു. ഗോവയ്ക്ക് പോകാനോ? എന്തിന്? കുറച്ച് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ എനിക്കത് പോകാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇന്ന് തന്നെ നീ പോവാണോ കിച്ചു? നാളെ 10 മണിക്ക് എനിക്കിവിടെ പ്രോഗ്രാം ഉള്ളതാ, അത് ഒഴിവാക്കാനൊന്നും പറ്റത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പം അത് അറിഞ്ഞിട്ട് തന്നെയാണ് മോളെ ഞാൻ ഈ പറയുന്നതെന്ന് കിഷോർ മനസ്സുകൊണ്ട് പറഞ്ഞു. അയ്യോ, അവർണികയും കൂടെ കാണുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എനിക്ക് വരാൻ പറ്റില്ല കിച്ചു, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പം അയ്യോ എന്നാൽ പിന്നെ ഞാൻ തനിച്ച് പോകാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ കോളിൽ വരാം. ശരി ശരി കിച്ചു, വീട്ടിൽ വന്നിട്ടല്ലേ പോവുള്ളൂ? അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അല്ല, അമ്മയുടെ ചെക്കപ്പൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു, ഇപ്പം ഇറങ്ങിയതേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം ചെയ്യട്ടെ, അമ്മയും ശ്രീജയും ഞാൻ വീട്ടിലോട്ട് കൊണ്ടുപോകാം. കിച്ചു ഗോവയിൽ പോയിട്ട് വരുന്നത് വരെ എൻ്റെ കൂടെ നിൽക്കട്ടെ. ശരി ആയിക്കോട്ടെ എന്നും പറഞ്ഞു കിച്ചു. ശ്രീജയ്ക്ക് ഫോണൊന്ന് കൊടുക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും നാത്തൂൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ഭയങ്കര സ്നേഹത്തോടെ എന്താ ഏട്ടാന്ന് ചോദിച്ചു. അതേ, ഒരു പ്രശ്നമുണ്ട്. നീ അമ്മയും കൂട്ടി ഞങ്ങൾ താമസിക്കുന്ന വില്ലയിലേക്ക് പോകണമെന്നും പിന്നെ ഞാൻ ഗോവയ്ക്ക് പോയിട്ട് വന്നിട്ട് ഫ്ലാറ്റിലേക്ക് വന്നാൽ മതിയെന്നും പറഞ്ഞു. ശരി, അമ്മയുടെ ആ പട്ടിക്കാട്ട് സ്വഭാവം കാണിക്കരുതെന്ന് പറയണം, നല്ല സ്റ്റാൻഡേർഡായിട്ട് നിൽക്കണമെന്ന് പ്രത്യേകം പറയണമെന്ന് പറഞ്ഞപ്പം ശരി പറഞ്ഞേക്കാമെന്നും പറഞ്ഞ് അവർണയുടെ കയ്യിലേക്ക് ഫോൺ കൊടുത്തു. ശരി കിച്ചു, ഓക്കെ പറഞ്ഞു വെക്കാൻ തുടങ്ങുമ്പോൾ അമ്മയ്ക്കൊന്ന് ഫോൺ കൊടുക്കാൻ പറഞ്ഞു. അമ്മയ്ക്കും ഫോൺ കൊടുത്തു. അമ്മയോടും മകൻ ഇതേ കാര്യങ്ങൾ തന്നെ പറഞ്ഞു. അങ്ങനെ ആ ഒരു സംസാരവും കാര്യങ്ങളും അവിടെ കഴിഞ്ഞു കേട്ടോ. ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഗോവിന്ദൻ ഇങ്ങനെ പുറത്ത് ടെൻഷനായിട്ട് നിൽക്കുന്നു. അതുപോലെ ഗീതു ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുന്നു. ഈ സമയത്ത് ഇവരുടെ രണ്ടുപേരുടെയും കഴിഞ്ഞു പോയ കാലങ്ങളെ പറ്റിയൊക്കെ ഇങ്ങനെ ഓർക്കുക രണ്ടുപേരും. അപ്പോൾ അങ്ങനെ നമ്മുടെ
ഗോവിന്ദൻ ഗീതുവായിട്ട് ഒരുമിച്ച് ആ പിറന്നാൾ ദിവസമൊക്കെ അടിച്ചു പൊളിച്ചതൊക്കെ നമ്മുടെ ഗീതു അവിടെ ഇങ്ങനെ ഇരുന്ന് ഓർത്ത് കരയും കേട്ടോ. കരയാൻ മാത്രമല്ല ഗീതുവിനെ കൊണ്ട് കഴിയത്തുള്ളൂ. ഇനിയിപ്പോൾ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോഴേക്കും ഗോവിന്ദൻ റൂമിലേക്ക് കയറി വന്നു. ഗോവിന്ദൻ ഇങ്ങനെ ഗീതുവിനെ നോക്കുന്നു, തിരിഞ്ഞു നിൽക്കുന്നു, മുഖത്തേക്ക് നോക്കാനുള്ള മടി കൊണ്ട്. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിഷമത്തോടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഗീതുവിൻ്റെ കണ്ണ് നിറഞ്ഞതൊക്കെ നമ്മുടെ ഗോവിന്ദൻ ശ്രദ്ധിച്ചു. ഗോവിന്ദൻ എന്നിട്ട് ഗീതുവിനെ ഇങ്ങനെ കുറേ നേരം നോക്കിക്കൊണ്ട് ഇങ്ങനെ നിന്നപ്പോഴത്തേക്കും ഗീതു എല്ലാം റെഡിയാക്കി ഇങ്ങനെ അവിടെ പെട്ടി അങ്ങനെ വെച്ചിട്ടും പിന്നെ ഇരുന്ന് ചുമ്മാ കരയുക. ഇതൊക്കെ നമ്മുടെ ഗോവിന്ദൻ കാണും. അപ്പോൾ ഗോവിന്ദന് മനസ്സിലായി ഗീതുവിന് തന്നെ പിരിയാൻ പാടാണെന്നുള്ള കാര്യം. അപ്പോഴേക്കും ഗോവിന്ദൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. അപ്പോൾ ഗോവിന്ദൻ അവിടെ നിൽക്കുന്നത് ഗീതു കണ്ടേ വേഗം കണ്ണുനീരൊക്കെ തുടച്ച് ഇങ്ങനെ നിൽക്കുവാണ് നമ്മുടെ ഗീതു. പെട്ടെന്ന് ഗോവിന്ദൻ ആ കോള് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ അവിടെ തന്നെ നിൽക്കുക. അപ്പോഴും ഗീതു കരച്ചിലോ ഒരു രക്ഷയില്ല. പിന്നെ സാറിൻ്റെ മുന്നിൽ ബോൾഡാകാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിനും സാധിക്കുന്നില്ല. അങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ആ സമയത്ത് സാറിന് അല്പം നേരം കൂടിയല്ലേ എൻ്റെ കൂടെയുള്ളൂ, അത് കഴിഞ്ഞാൽ ഞാൻ ഗോവിന്ദ് സാറിൻ്റെ ആരും അല്ലാതാകില്ലേ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ഗീതു ചിന്തിക്കുക. എന്നിട്ട് ആ താലിയൊക്കെ എടുത്ത് ഇങ്ങനെ കയ്യിലേക്ക് ചേർത്ത് പിടിച്ചിങ്ങനെ അവിടെ നിൽക്കുന്നു. ഈ സമയത്ത് മഹേഷ് വന്ന് നമ്മുടെ ഗോവിന്ദനെ വിളിച്ചുകൊണ്ട് പോയായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പുറത്ത് പോയി നിന്ന് ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ എന്താ കിഷോറെ, നീ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞെന്ന് ചോദിച്ചു. എന്താ ഗോവിന്ദ ഞാൻ ഈ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നേ? പറയാനുള്ളത് സസ്പെൻസ് ഒന്നുമല്ല, ഞാൻ അറിഞ്ഞ ചില കാര്യങ്ങളാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഗോവിന്ദൻ ഇങ്ങനെ നോക്കുക. ഞാനിവിടെ വന്നപ്പോൾ എല്ലാ ദിവസവും കുറച്ച് ദിവസം ഇവിടുത്തെ പ്രാർത്ഥനാ മണ്ഡപത്തിൽ ധ്യാനത്തിൽ ഇരിക്കുമെന്നുള്ള കാര്യം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഗോവിന്ദനൊന്ന് ഞെട്ടി. പണി കിട്ടി എന്നുള്ളതിൽ. ഇന്ന് ധ്യാനത്തിലിരുന്നപ്പോൾ പുറത്തൊരു കപ്പിൾസ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അവർ പരസ്പരം ബന്ധം പിരിയുന്നതിനെ പറ്റി സംസാരിക്കുന്നത് കേട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഗോവിന്ദൻ ഇങ്ങനെ നോക്കുക കേട്ടോ. ഇങ്ങനൊരു ഡ്രാമ നടത്താനും മാത്രം എന്ത് പ്രശ്നമാണ് ഗോവിന്ദൻ നിങ്ങളുടെ ലൈഫിലുള്ളത് എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ ഗോവിന്ദനൊന്നും ഞെട്ടി. എനിക്കിതൊന്നും കേട്ടിട്ട് വിശ്വസിക്കാനേ കഴിയുന്നില്ല. എന്തിനു വേണ്ടിയായിരുന്നു ഈ ഒരു കരാർ കല്യാണം? നീ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടിയിരിക്കുന്നത്? താലി കെട്ടി ഇത്രയും കാലം കൂടെ കഴിഞ്ഞ പെണ്ണിനെ കാമുകന് വിട്ടുകൊടുത്തിട്ട് പോകാൻ നിനക്ക് എങ്ങനെ കഴിയുന്നടാ എന്നൊക്കെ ചോദിച്ചപ്പോൾ നമ്മുടെ ഗോവിന്ദൻ ഇങ്ങനെ നിസ്സഹായതയോടുകൂടി കൂട്ടുകാരനെ നോക്കുന്നു. റിയാലിറ്റി ഷോയിലൂടെ നിങ്ങൾ തമ്മിലുള്ള പ്രണയം കണ്ട് അസൂയപ്പെട്ടിട്ടുള്ളവരാൾക്കാർ. അപ്പോൾ അത് അഭിനയമായിരുന്നു എന്ന് പറഞ്ഞു ഗോവിന്ദൻ. ഗീതു ചിലപ്പോൾ അഭിനയിച്ചിട്ടുണ്ടാകും, പക്ഷേ നീ അങ്ങനെ അല്ലായിരുന്നു എന്ന് എനിക്കറിയാം. നിനക്കൊരിക്കലും അഭിനയിക്കാനും കഴിയില്ല. നിന്റെ കണ്ണുകളിൽ, ചലനങ്ങളിൽ അവളോടുള്ള ആ ഒരു വല്ലാത്ത സ്നേഹം അത് ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. അത് നിനക്ക് എങ്ങനെ കളയാൻ പറ്റുമടാ? ഒരു ചടങ്ങിന് വേണ്ടി മാത്രം താലി കെട്ടി അവസാനിപ്പിക്കേണ്ടിയിരുന്ന ഒരു ബന്ധമായിരുന്നു അതൊന്നും നേരം ഗോവിന്ദൻ കൂട്ടുകാരനോട് പറഞ്ഞു. അതേതായാലും നടന്നില്ല. പിന്നെ പ്രിയയ്ക്ക് വേണ്ടി എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നതാണെന്നും, പക്ഷെ ഞാനിപ്പോൾ അവൾക്കോ അവൾ എനിക്കോ ആരുമല്ല എന്ന് പറയുമ്പോൾ അങ്ങനെ നീ പറഞ്ഞാൽ മാത്രം മതിയോ ഗോവിന്ദേ? മനസ്സുകൂടി സമ്മതിക്കണ്ടേ? നിനക്ക് അവളെ വിട്ടുകൊടുക്കാൻ കഴിയില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പിന്നെ താലി അഴിച്ചു തരാൻ സമ്മതിക്കാത്ത, ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടാൻ കഴിയാത്ത അവളുടെ മനസ്സിലും എന്താണെന്ന് എനിക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചേട്ടൻ അങ്ങ് പറഞ്ഞു. പക്ഷെ നിങ്ങളുടെ രണ്ടുപേരുടെയും ഇടയിലെ തടസ്സം അത് കിഷോറാണെന്ന് അദ്ദേഹം പറഞ്ഞു. അവനെ ഒഴിവാക്കി നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് ജീവിക്കാൻ ഞാനൊരു മാർഗം ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ, എടാ അങ്ങനെ ഒന്നിച്ച് ജീവിച്ചിട്ട് എന്താടാ കാര്യം? എന്നെ വഴികാട്ടിയും രക്ഷകനും സുഹൃത്തുവും ദൈവവും ഒക്കെ ആയിട്ട് കാണുന്ന ഗീതു ഒരിക്കലും എന്നെ ഒരു ഭർത്താവായി കാണില്ലടാ. അങ്ങനെ കണ്ടിട്ടുമില്ല. അവൾക്ക് എന്നോട് ആരാധനയുണ്ട്, പക്ഷേ പ്രണയം ഇല്ല എന്നുള്ള കാര്യം പറഞ്ഞു. അങ്ങനെയുള്ളവളെ എനിക്ക് എന്തിനാടാന്ന് ചോദിച്ചു ഗോവിന്ദൻ. വേണ്ട, അതൊന്നും വേണ്ട, എനിക്കങ്ങനെ ഒരു ബാധ്യത വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ബാധ്യത ഏറ്റെടുക്കാൻ എനിക്ക് വയ്യ, ഇനിയും കോമാളിയായി നിന്ന് കൊടുക്കാൻ എനിക്ക് വയ്യ എന്ന് ഗോവിന്ദൻ കൂട്ടുകാരനോട് തറപ്പിച്ച് പറഞ്ഞു. അതും പറഞ്ഞ് നമ്മുടെ ഗോവിന്ദൻ അങ്ങോട്ടേക്ക് പോകണം. ഗോവിന്ദൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും കൂട്ടുകാരനും അവിടെ നിന്ന് എന്തൊക്കെയോ ആലോചിക്കുക. ഈ സമയത്ത് ഗീതു അവരുടെ രണ്ടുപേരുടെയും പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് അവിടെ എങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ഇവർ പോകാം എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴേക്കും അവിടേക്ക് റൂം ബോയ് വന്നു. അപ്പോൾ സാർ ലഗേജ് എടുത്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഈ ബാഗ് മാത്രം കാറിൽ വെച്ചാൽ മതിയെന്ന് പറഞ്ഞു ഗോവിന്ദൻ. അപ്പോഴേക്കും ഗീതു ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. ഗീതു ഇങ്ങനെ ഗോവിന്ദനെ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഗോവിന്ദനും വല്ലാത്തൊരു വിഷമം. അങ്ങനെ ഇവർ പിരിയുകയാണല്ലോ. അങ്ങനെ ഗീതു ഗോവിന്ദനെ പിരിയാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഗോവിന്ദനോട് സാർ പോവുകയാണെന്ന് ചോദിച്ചപ്പം അത് പിന്നെ കിഷോർ വെയിറ്റ് ചെയ്യുകയാണെന്നുള്ള കാര്യം നമ്മുടെ ഗോവിന്ദൻ അന്നേരം പറഞ്ഞു. ഗീതു അന്നേരം കണ്ണുനീരൊക്കെ തുടച്ച് ഇങ്ങനെ നിൽക്കുക. അതെ പോകാം എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോഴും ഗീതു അത് മുഖത്ത് നോക്കി പറയാനായിട്ട് പറ്റുന്നില്ല. ശരി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദൻ പോകാൻ ഇറങ്ങുന്നു. അങ്ങനെ ഗീതുവിന് ഡോറ് തുറന്നു കൊടുക്കുന്നു.
അങ്ങനെ അവർ രണ്ടുപേരും കൂടി ചെല്ലുമ്പോൾ നമ്മുടെ മഹേഷ് അകത്തേക്ക് കയറി വരുന്നു. മഹേഷ് അകത്തേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുന്നത് കാണുകയും ചെയ്തു. അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ മുഖാമുഖം നോക്കി ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുക. എന്തായാലും കൂട്ടുകാരൻ ഇവരുടെ മുന്നിലേക്ക് വന്നിട്ട് പോവാണോ എന്ന് ചോദിച്ചു. എന്നിട്ട് പിന്നെ കൈയൊക്കെ കൊടുത്തു. കാണാം എന്നും പറഞ്ഞിട്ടാണ് പോകുന്നത്. വൈകാതെ കാണാമെന്ന് മഹേഷ് അന്നേരം പറഞ്ഞ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗോവിന്ദൻ എന്താ അപ്പം ഇവരെ ഒന്നിപ്പിക്കാനുള്ള വഴി അദ്ദേഹമായിട്ട് ഒപ്പിക്കുമെന്നുള്ളൊരു രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. ശരിയെന്നും പറഞ്ഞ് നമ്മുടെ ഗീതവും യാത്ര പറഞ്ഞു പോണു. അവരങ്ങ് പോകുന്നത് നോക്കി ഇദ്ദേഹം ഇവിടെ നിൽക്കുമ്പോൾ എത്രയും പെട്ടെന്ന് ക്യാഷ് എന്നോ ജോയിൻ്റ് അക്കൗണ്ടിലേക്ക് മാറ്റിയല്ല സമാധാനം ആവുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഈ കിഷോർ പുറത്ത് കിടന്ന് വെർജിനെ പോലെ ഓടുവാണ്. ഇവരെ കാണാതായപ്പോഴത്തേനും ഇവർ ദേഷ്യം കൂടി. പിന്നെ ഇവരും വരാത്ത നാശം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുമ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഇറങ്ങി വരുന്നു. അവർ രണ്ടുപേരും കൂടെ ഇറങ്ങി വരുന്നത് നോക്കി കിഷോർ ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. എന്തായാലും കിഷോറിന് വളരെ സന്തോഷമായി. ഗീതുവിന് ഇപ്പം കിട്ടുവാണല്ലോ. ഗീതുവിന് കിട്ടുന്നതിനോടൊപ്പം കയ്യിൽ കാശും കിട്ടുമല്ലോ. അപ്പോൾ പൊയ്ക്കോളാൻ പറഞ്ഞു കിഷോറിൻ്റെ അരികിലേക്ക് ഗീതുവിനോട്. സാറ് വരുന്നില്ലേന്ന് ചോദിച്ചപ്പോൾ നിന്നെ യാത്രയാക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ മനസ്സ് അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇത്രയും നാൾ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ അകന്നു പോകുമ്പോൾ അത് സഹിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞു. കണ്ണ് നിറഞ്ഞാലോ എന്ന് ചോദിച്ചേ. അങ്ങനെ ഗീതുവും ഗോവിന്ദും കൂടി ഇങ്ങനെ മുഖാമുഖം നോക്കി നിൽക്കുന്നു. എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ ഇവനൊരുമാതിരി പുച്ഛമായി. കിഷോറിന് പുച്ഛത്തോടെ ഇവരെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. നിറകണ്ണുകളോടുകൂടി നിന്നെ പറഞ്ഞയക്കാൻ എനിക്ക് പറ്റില്ല എന്നും ഗോവിന്ദൻ ഗീതുവിനോട് അന്നേരം പറയുക. ഇത് കേട്ടപ്പോൾ സാറിൻ്റെ കണ്ണ് നിറഞ്ഞ ഞാനും കരഞ്ഞു പോകുമെന്നുള്ള കാര്യം നമ്മുടെ ഗീതു പറയുക. ഇതൊക്കെ കിഷോർ കൊലിപ്പിച്ചോ കേട്ടുകൊണ്ട് നിൽക്കുന്നത്. എന്തായാലും ഇവർ പരസ്പരം മനസ്സ് തുറന്ന് സംസാരിക്കുക. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ഒന്ന് വന്നാലെന്നാ എന്ന് പറഞ്ഞുകൊണ്ട് കിഷോർ ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടപ്പ്. എന്തായാലും രണ്ടിടങ്ങളിൽ നമ്മൾ ഇന്നിവിടെ നിന്ന് ചിന്നിച്ചിതറി പോവുകയാണ്. അപ്പോൾ പിന്നെ നമ്മുടെ രണ്ടുപേരുടെയും മനസ്സിൽ മുറിവുകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണെന്ന് പറഞ്ഞു ഗോവിന്ദൻ. അപ്പം നമുക്ക് പിരിഞ്ഞല്ലേ പറ്റൂന്ന് ഗീതു ചോദിച്ചു. പിരിഞ്ഞേ പറ്റൂ എന്ന് ഗോവിന്ദനും. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ മനസ്സില്ലാ മനസ്സോടെ ഇരുവഴികളിൽ പിരിയുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. എന്തായാലും ഇതിൻ്റെ അവസാനം എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നന്ദി.